അസാമി ഭാഷയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വാക്ക് പഠിക്കാം. അസാമി ഭാഷയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലെല്ലാം നമ്മൾ ഹലോ എന്ന് പറയുന്നതിന് നമസ്കാരം എന്ന മലയാളം വാക്കിൻ്റെ വ്യത്യസ്ത വകഭേദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആസാമി ഭാഷയിൽ ഹലോ എന്ന് പറയുന്നതിന് പകരം അവർ ഉപയോഗിക്കുന്നത് നമസ്കാർ എന്ന വാക്കാണ്. നമസ്കാർ, അതാണ് നമ്മൾ ഒന്നാമതായി പഠിക്കേണ്ട വാക്ക്. നമസ്കാർ, ആരെ കണ്ടാലും നമസ്കാർ എന്നാണ് പറയുന്നത്. ആപുനി കേനെ ആസെ, ആപുനി കേനെ ആസെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് സുഖമാണോ എന്നാണ് അർത്ഥം. ആപുനി കേനെ ആസെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഹിന്ദി വകഭേദം പോലെ തന്നെ, പക്ഷേ ഇത് അസാമിയാണ്, വ്യത്യാസം വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആപുനി കേനെ ആസെ, താങ്കൾക്ക് സുഖമാണോ. ആപുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്ലാസ് കാണാത്ത ആളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെയാണ് കയറി വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനൊരു പ്ലേലിസ്റ്റ് സെക്ഷൻ ഉണ്ട്, അവിടെ പോയി നോക്കുവാണെങ്കിൽ അസാമി ഭാഷയുടെ ഒന്നാമത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ആപുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ, എല്ലാവരോടും ആപുനി എന്ന് പറഞ്ഞ് സംസാരിക്കുക. മോയ് ബാൽ ആസു, മോയ് ബാൽ ആസു, ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അത് നോക്കുക. മോയ് ബാൽ ആസു, മോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്, ആസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്നാണ്. ആസെ എന്ന് ചോദിച്ചപ്പോൾ ആണോ എന്ന അർത്ഥം കിട്ടി, ആസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്ന അർത്ഥം കിട്ടി. ഓക്കെ എന്ന് പറയുന്ന ആണാണ്, പുരുഷൻ എന്ന് പറയുന്ന ആണല്ല. മലയാളത്തിൽ നമുക്ക് ഒരുപാട് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ആണ്, പെണ്ണ്, അതാണ്, ഇതാണ്, ഇങ്ങനെ ഒറ്റയാണെന്ന് പറയുന്ന സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ പല ഭാഗത്തും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മറ്റ് ഭാഷകളിൽ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന വാക്കുകൾ മറ്റ് ഭാഷകളിൽ വേറെ വേറെ പേരുകളാണ്. മലയാളത്തിൽ എല്ലാത്തിനും കൂടി ഒറ്റ പേരാണ്. നമ്മളാണ് ടോൺ അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഭാഷകളിൽ സെപ്പറേറ്റ് വാക്കുകളുണ്ട്. മൊയ് ബാൽ ആസു, എനിക്ക് സുഖമാണ്. അപുനി കേനെ കൊവ, അപുനി കേനെ കൊവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് എങ്ങനെ ഉണ്ട് വിശേഷം. വേറൊരു രീതി കൂടിയാണ് വിശേഷം തിരക്കാനായിട്ട്. ആപുനി കേനെ കൊവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് എങ്ങനെയുണ്ട് എന്ന് മറ്റൊരു രീതിയിൽ തിരക്കുന്നതാണ്. മറ്റൊരു രീതി സുഖമാണോ എന്ന് ചോദിക്കാനുള്ള വാക്കാണത്. അതിനും നമുക്ക് ഉത്തരം ഇങ്ങനെ തന്നെ പറയാം. മോയ് ബാൽ ആസു, മോയ് ബാൽ ആസു, എനിക്ക് സുഖമാണ്. ധന്യഭാത്, ധന്യഭാത് നന്ദി, ധന്യഭാത് നന്ദി, ധന്യഭാത് നന്ദി. ക്ഷമ കൊരിബോ, ക്ഷമ കൊരിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കണമെന്നാണ് അർത്ഥം. ക്ഷമ കൊരിബോ, ക്ഷമ കൊരിബോ, ക്ഷമിക്കണം. നഹോയ്, നഹോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. നഹോയ്, നഹോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് അർത്ഥം കിട്ടും. നഹോയ്, നഹോയ്. ആപുനി കുതായി, ആപുനി കുതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എവിടെയാണ് എന്നാണ് ആ ചോദ്യം. ആപുനി കുതായി. മോയ് ജാനീഫ്, മോയ് ജാനീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, എനിക്കറിയാം എന്നർത്ഥമാണ്. മോയ് ജാനീഫ്. മോയ് നജാനു, മോയ് നജാനു, എനിക്കറിയില്ല എന്നർത്ഥം കിട്ടും. മോയ് ആഹിസു, മോയ് ആഹിസു, ഞാൻ വന്നു, മോയ് ആഹിസു. കി ഹോബോർ, കി ഹോബോർ. ഹോബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത, അതുപോലെ വിശേഷം, വർത്തമാനം, ഇപ്പം നടന്നിരിക്കുന്ന കാര്യങ്ങൾ, കൊച്ചു വർത്തമാനം, നാട്ടുവിശേഷങ്ങൾ എന്ന് പറയുന്ന അർത്ഥങ്ങൾ കിട്ടും. അപ്പോൾ ഹോബോർ എന്ന് പറയും. കി ഹോബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വർത്തമാനം, എന്താണ് നാട്ടുവിശേഷങ്ങൾ, എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൊച്ചു വർത്തമാനങ്ങളൊക്കെ കുശലം ചോദിക്കുന്നത്, കൊച്ചു വർത്തമാനം, കുശലം ചോദിക്കുന്നത്, അതിന് കൊച്ചു വർത്തമാനം എന്ന് വേണേൽ പറയാം. അപ്പം കി ഹോബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ, എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കാൻ മറ്റൊരു വാക്കുകൂടിയാണ് കി ഹോബോർ. കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അല്ലെങ്കിൽ എന്താണ് എന്ന അർത്ഥമാണ് ആസാമിയിൽ വരുന്നത്. ഒട്ടുമിക്ക ഭാഷകളിലും കീ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപയോഗമുണ്ട്. ബംഗാളിലൊക്കെ എന്തെന്ന് ചോദിക്കാൻ കീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആസാമിൽ നമ്മൾ പഠിക്കുമ്പോൾ കീ, കീ എന്ന് പറയുന്ന അർത്ഥമാണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്താണെന്നുള്ള അർത്ഥം കിട്ടും. ഖൊബോർ എന്ന് പറഞ്ഞ വാർത്ത എന്ന രീതി പഠിച്ചു വെക്കുക. കി ഹോബോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്ന മറ്റൊരു ഇത്. അതിന് മറ്റേ ഉത്തരം തന്നെ മോയ് ബാൽ ആസു,
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സുഖമാണെന്ന് തന്നെ ഉത്തരം കിട്ടും. സിദ്ധ ജാവോക്ക്, സിദ്ധ ജാവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോവും, നേരെ പോവും. ഒരാൾ വഴി ചോദിച്ചു, അപ്പം നേരെ പൊക്കം എന്ന് പറയേണ്ടത് സിദ്ധ ജാവോക്ക്, സിദ്ധ ജാവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോവും. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നത് നിർത്താൻ പറയുകയാണ്. നിർത്താൻ പറയുന്ന ഈ വാക്ക് അത് കേൾക്കുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു ഫണ്ണി ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതൊരു ചെറിയൊരു ആയുധത്തിൻ്റെ പേരാണ്. നിർത്താനായിട്ട് അസാമി പറയുന്ന വാക്ക് അതൊരു ഇംഗ്ലീഷ് പേരുമാണ്. ആ വാക്കാണ് തോക്ക്. തോക്ക് എന്ന് പറയുന്നത് തോക്കല്ല, തോക്ക്. ഇങ്ങനെ നിർത്തണം. കാരണം അത് കേൾക്കുമ്പോൾ അസാമിയായിട്ട് തോന്നണം. നമ്മൾ മലയാളത്തിൽ നമുക്ക് ഈ വാക്കുണ്ട്. തോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെക്കുന്ന തോക്കല്ല ശരിക്കും. തോക്ക് എന്ന് പറയുന്ന വാക്കിനർത്ഥം തോക്കുക എന്ന് പറയുന്ന അർത്ഥമാണ്. അതായത് തോൽവി സംഭവിക്കുന്നതിന് നീ തോക്ക് എന്ന് പറയുമ്പോൾ നീ തോക്ക് എന്ന അർത്ഥം കിട്ടും. നീ തോക്കട, അതായത് തോറ്റു പോകട എന്ന് പറയുന്ന അർത്ഥം കിട്ടാനായിട്ട് നമ്മൾ പറയും തോക്ക്. ഇതേ വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഉള്ള ആ ഒരു സംഭവം ഉപയോഗിച്ച് വരുമ്പോൾ അതിൻ്റെ മലയാളത്തിൽ അതിലും തോക്കുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത്. രണ്ടും രണ്ടർത്ഥവും രണ്ട് ടോണുമാണ്. നമ്മൾ അർത്ഥം മാറുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. പക്ഷേ ഇവിടെ ആസാമിയിൽ ഇവിടെ മലയാളത്തിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യാസം ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൊക്ക് ഇങ്ങനെ നിർത്തുക. തൊക്ക് എന്ന് പറഞ്ഞ് നിർത്തുവാണെങ്കിൽ ശരിക്കും അതിൻ്റെ അർത്ഥം നിർത്തുക എന്നാണ്. എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നതിന് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാനാണ് അർത്ഥം. ബൗ ഫാലെ, ബൗ ഫാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് എന്നുള്ള ആക്ഷനാണ് കാണിക്കുക. ഇടതുവശത്തേക്ക് തിരിയാനൊക്കെ പറയാനായിട്ട് ബൗ ഫാലെ, ഇടതുവശത്തേക്ക് ഇടതുവശത്ത് വെക്ക് എന്ന് പറഞ്ഞിട്ട് ബൗ ഫാലെ. സോഫാലെ, സൊഫാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്തേക്ക് തിരിയുക അല്ലെങ്കിൽ വലതുവശത്തേക്ക് വെക്കുക എന്നുള്ള അർത്ഥമാണ് സോഫാലെ. പാണി ഖാബോ, പാണി ഖാബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേണമെന്നാണ് അർത്ഥം. വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. പാണി ഖാബോ, വെള്ളം വേണം. പാനി എന്ന് പറയുന്ന മറ്റ് വാക്ക് ഹിന്ദിയിലുള്ളതിനെ ഈ അസാമിവൽക്കരിച്ച സംഭവമാണിത്. പാണി ഖാബോ. ഗാഡി എന്ന് പറയുന്ന വാക്കാണല്ലോ നമ്മുടെ ഹിന്ദിയിലുമൊക്കെ വാഹനത്തിന് പറയുന്നത്, ഗാഡി. ഇവിടെ നമ്മൾ ആസാമിവൽക്കരിച്ച് ആസാമി പറയുമ്പോൾ അതിന് ഗാരി എന്നാണ് പറയുന്നത്, ഗാരി. അപ്പം ഗാഡി എന്ന വാക്ക് മനസ്സിലേക്ക് കയറി വരുന്നതാണ്. ഹിന്ദിയുമായി ബന്ധമുള്ള വാക്കാണ് ഗാഡി. ഗാഡി എന്ന വാക്ക് നമുക്ക് മറക്കാം, ഗാരി എന്ന് ഓർമ്മിക്കുക. ആസാമി ഗാരി എന്ന് പറഞ്ഞാൽ വാഹനം. അപ്പോൾ വാഹനം എവിടെ, വണ്ടി എവിടെ എന്ന് ചോദിക്കാനായിട്ടുള്ള വാക്കാണ് ഗാരി കുദായ്. ഗാരി കുദായ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി എവിടെ. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്. ഒട്ടുമിക്ക ഭാഷകളിലും മാ അമ്മയാവുന്നുണ്ട്. ചില വാക്കുകൾ നമ്മളിപ്പം മറാത്തി പോലുള്ളതിനാണ് വ്യത്യാസമുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പം കൃത്യമായി നമ്മൾ മാ എന്ന് പറയുന്ന വാക്ക് തന്നെ ഓർത്ത് വെക്കുക. അത് ഒട്ടുമിക്ക ഭാഷയിലും മാ അമ്മ തന്നെയാണ്. ദയൂത്ത, ദയൂത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണ്. അപ്പോൾ ആസാമിലൊരു വ്യത്യാസം വേണമല്ലോ. അല്ലാതെ മാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാപ്പ് എന്ന് പറയുന്ന വാക്കോ അല്ലെങ്കിൽ ബാബ എന്ന് പറയുന്ന വാക്കോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മറ്റ് ഭാഷകളിൽ നിന്ന് ഒരു വ്യത്യാസവും കാണാനുണ്ടാവുകയില്ല. ഇത് ആസാമിയാണോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ള ചിന്ത മനുഷ്യൻ വരാതിരിക്കാനാണ് ഇതുപോലുള്ള വാക്കുകൾ ഭാഷകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ദയൂത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ. ദാദ, ദാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അടിപിടി ഉണ്ടാക്കുന്നവൻ, തല്ലുണ്ടാക്കുന്നവൻ എന്ന അർത്ഥത്തിലൊക്കെയാണ് ഹിന്ദിയിലൊക്കെ പറയുമെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് ചേട്ടനെയാണ്, ജ്യേഷ്ഠൻ, ദാദ. ചില ഭാഷകളിലൊക്കെ പിതാവിനെയാണ് ദാദ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കണം ആസാമിയാണ് പഠിക്കുന്നത്. ഇതിൽ ദാദ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാണ്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഒട്ടനവധി വാക്കുകൾ നമ്മൾ അസാമി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.